ഹായ് എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടി എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ചില ആളുകളുണ്ട് കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം, അതായത് അവരുടെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അറിയുന്നുണ്ടാവില്ല ഇതാണോ എൻ്റെ ട്വിൻ ഫ്ലെയിം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇത് തന്നെയാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാണ് ഇയാൾ എനിക്ക് മുന്നു മുതലേ അറിയാം, അതായത് ഒരുപാട് നാളത്തെ പരിചയമുണ്ട്, ഇങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വരുന്നുള്ളതാണ്. ഇത് ചിലർക്കൊക്കെ അനുഭവമുള്ള കാര്യമായിരിക്കാം. അതായത് ഏതെങ്കിലും ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യും, ഞാൻ ഇയാളെ മുമ്പ് എവിടെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാളായിട്ട് എനിക്ക് മുന്നേ റിലേഷൻ ഉണ്ടായിരുന്നു, അതായത് റിലേഷൻ മീൻസ് അവരുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു തോന്നൽ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കാം. സോ ഇത്തരത്തിൽ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലത്തെ മുൻ പരിചയം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒന്നാമത്തെ സൈനായിട്ട് എടുക്കാവുന്നതാണ്. ദെൻ നമ്മുടെ രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളുടേത് കൂടിയാണ് എന്നൊരു തോന്നൽ നമുക്ക് വരുന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളുമായിട്ട് സാമ്യമുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് അവരുടെ ക്യാരക്ടർ, അതുപോലെ തന്നെ അവരുടെ പാസ്റ്റ് ലൈഫിലെ എക്സ്പീരിയൻസ്, അവരുടെ എയിംസ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും, ഇത് എനിക്കും ഇങ്ങനെ തന്നെയാണല്ലോ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെയും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, ഇങ്ങനൊരു സാമ്യത നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടേഴ്സ്, നിങ്ങളുടെ എയിംസ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നല്ലൊരു സാമ്യത നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ സൈനായിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ട്വിൻ ഫ്ലെയിം ആണെന്ന് മനസ്സിലാക്കുന്നതിനുള്ള മൂന്നാമത്തെ സൈൻ എന്താണെന്നുള്ളത് നോക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യും ഒരുപാട് മുന്നേ മുതലുള്ള പരിചയമാണെന്ന് ഫീൽ ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഇവരെ പരിചയപ്പെട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അതായത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തിയെ പരിചയപ്പെട്ടത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇവരോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുന്നത്, ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കും, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് തന്നെ പിന്നീട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ കൂടെ ആ ഒരു ടൈമിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതായത് പരിചയപ്പെട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ അവരെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ, മീൻസ് അവരുമായി കണക്ട് ചെയ്തിട്ട്, അവരെ പരിചയപ്പെട്ടതുമായി കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അവരോട് ഒരുപാട് ഇഷ്ടം തോന്നിയത് കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ നാലാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇയാൾ വന്നതിന് ശേഷം ഒരുപാട് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, തീരെ എനർജറ്റിക് അല്ലാണ്ടിരുന്ന നിങ്ങൾ പിന്നീട് അങ്ങോട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് മാറുന്നത്. അതേപോലെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങളെ ഇവർ വല്ലാതെ അങ്ങോട്ട് പ്രചോദനം നൽകുന്നുണ്ടായിരിക്കും, അതായത് വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ വല്ലാത്തൊരു എന്താ പറയുക, നിങ്ങൾക്ക് ബാക്ക് ബോൺ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളായിട്ട് അവർ മാറുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല ഉയർച്ചകൾ സംഭവിക്കുന്നതിന് അവർ കാരണക്കാരായിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ആ വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ അറ്റ് ദ ടൈം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം, എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്ക് വരുന്നുണ്ട്, ഇയാൾ കാരണം എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്ക് സംഭവിക്കുന്നുണ്ട്, അങ്ങനെ ഒരു തോന്നൽ കൂടി നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ള ഒരു സൈനായിട്ട് എടുക്കാം, ആ വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്നുള്ളതിന്റെ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സെൽഫ് ലവ് കൂടുതലായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ മുൻപേ നിങ്ങളുടെ സെൽഫ് ലവ് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കാം, മീൻസ് നിങ്ങൾ നിങ്ങളെ തന്നെ അധികം അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അധികം കൊണ്ട് കെയർ ചെയ്യുന്നുണ്ടാവില്ല, ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ അത്ര കണ്ട് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഇവർ വന്ന ശേഷം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വല്ലാത്തൊരു സ്നേഹം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ സെൽഫ് ലവ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ളൊരു സൈനായിട്ട് എടുക്കാം, ആ വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്നുള്ളതിൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ ഓരോ പോയിന്റ്സ് നിങ്ങൾ നോക്കുക, ഈ പറഞ്ഞ ഓരോ സൈനുകളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതും ആ ഒരു വ്യക്തി വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ്. അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. സോ അത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടി എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പേരൊന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്